ടോൾ പിരിവ് പുനരാരംഭിക്കുന്നതിൽ ഹൈക്കോടതി തീരുമാനം ഇന്നുണ്ടാകും. ഇടപ്പള്ളി മണ്ണുത്തി ദേശീയപാതയിലെ ടോൾ നിരക്ക് കുറയ്ക്കുന്നതിലും ഡിവിഷൻ ബെഞ്ച് തീരുമാനമെടുത്തേക്കും. ടോൾ പിരിവ് തുടരാൻ അനുവദിക്കണമെന്ന ദേശീയപാത അതോറിറ്റിയുടെ ആവശ്യം 10ാം തവണയാണ് ഹൈക്കോടതിയുടെ പരിഗണനയ്ക്ക് വരുന്നത്. ജേസൺ ചാമളപ്പിൽ മുരിങ്ങൂരിലുണ്ട്. ജേസൺ, ഗുഡ് മോർണിംഗ്. വെരി ഗുഡ് മോർണിംഗ് സ്മൃതി. ഞാനിപ്പോൾ നിൽക്കുന്നത് മുരിങ്ങൂർ ഏറ്റവും പ്രശ്നമുള്ള ഒരു സ്ഥലത്താണ്. മുരിങ്ങൂർ അടിപ്പാതയുടെ നിർമ്മാണം നടക്കുന്ന ഭാഗത്താണ്. ഇവിടെയാണ് പ്രധാനമായും ഗതാഗതക്കുരുക്ക് സാധാരണ തുടർച്ചയായിട്ട്. നമുക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ ചെറിയ തോതിൽ ഗതാഗതക്കുരുക്കുണ്ട്. അടിപ്പാതയുടെ നിർമ്മാണം ഇഴഞ്ഞു തന്നെ നീങ്ങുകയാണ്. ആ സുരക്ഷാ ഭിത്തിയുടെ സമീപത്തേക്ക് ആ ദൃശ്യങ്ങളിലേക്ക് പോയാൽ സുരക്ഷാ ഭിത്തിയാണ് പ്രധാനമായും കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ ഹൈക്കോടതിയിൽ ജില്ലാ കളക്ടർ ചൂണ്ടിക്കാണിച്ചിരിക്കുന്ന പ്രധാനപ്പെട്ട പ്രശ്നം. ഈ സുരക്ഷാ ഭിത്തി ഇടിഞ്ഞ് പലപ്പോഴും കാറുകളും മറ്റു വാഹനങ്ങളൊക്കെ താഴേക്ക് വീഴുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് തന്നെ ടോൾ പിരിവ് പുനഃസ്ഥാപിക്കാൻ പാടില്ല, സുരക്ഷാ ഭിത്തിയുടെ നിർമ്മാണം പൂർത്തിയായതിനു ശേഷം മാത്രമേ പാടൂ എന്നതായിരുന്നു നേരത്തെ തന്നെ ജില്ലാ കളക്ടർ എടുത്തിരുന്നൊരു നിലപാട് കോടതിയിൽ. ആ എടുത്ത നിലപാടിന്റെ പശ്ചാത്തലത്തിലാണ് കോടതി ഇതുവരെ നീട്ടിക്കൊണ്ടിരുന്നത്. നമുക്കിപ്പോഴും പണി ഇഴഞ്ഞു നീങ്ങുന്നു എന്നതാണ് ഏറ്റവും ദയനീയമായ അവസ്ഥ. ഈ മണ്ണുത്തി ഇടപ്പള്ളി ദേശീയപാതയിലെ 4 അടിപ്പാതകളുടെ നിർമ്മാണം നടക്കുന്നുണ്ട്. ഒന്നും കൂടി നിർമ്മാണം തുടങ്ങാനിരിക്കുകയാണ് കൊരട്ടിയിൽ. ഈ 4 അടിപ്പാതകളിലും നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നു എന്നതിന്റെ ദൃശ്യങ്ങളാണ് നാം കാണുന്നത്. കഴിയട്ടെ എന്നിട്ട് മതി ടോൾ പിരിവെന്ന് കോടതി തീരുമാനിക്കുമോ എന്നുള്ളതാണല്ലോ പ്രധാനം. ജേസൺ, ഈ റോഡുകളിൽ യാത്രക്കാർ ബുദ്ധിമുട്ടുന്നതിന് എന്തിന് ഞങ്ങൾ ടോൾ കൊടുക്കണമെന്ന് യാത്രക്കാർ ചോദിക്കുന്നു. അത് തന്നെ കോടതിയും ചോദിക്കുന്നു. 10 തവണ ചോദിച്ചിട്ടും അത് തന്നെയാണ് കോടതി വളരെ വ്യക്തമായി പറഞ്ഞിരുന്നത്. പക്ഷേ ഞങ്ങളെ ടോൾ പിരിക്കാൻ അനുവദിക്കണമെന്നുള്ള ആവശ്യം ഇങ്ങനെ ദേശീയപാത അതോറിറ്റി മുന്നോട്ട് വെക്കുക തന്നെയാണ്. അതിൽ കരാറുകാരുടെ ബുദ്ധിമുട്ട് പറയുന്നു. കരാറുകാരുടെ ബുദ്ധിമുട്ട് മാത്രമാണോ പ്രധാന പ്രശ്നമെന്ന് കോടതി അങ്ങോട്ട് ചോദിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിപ്പോൾ എന്തിനാണ് സാധ്യത? ഇപ്പോൾ കുറച്ചെങ്കിലും കോടതിയുടെ വിമർശനങ്ങൾക്ക് ശേഷം ഒരു മാറ്റം വന്നു എന്ന് കരുതാനാകുമോ ജേസൺ? സ്മൃതി, ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, കഴിഞ്ഞ തവണ കോടതി കേന്ദ്ര സർക്കാരിനോട് ദേശീയപാത അതോറിറ്റിയോട് ചൂണ്ടിക്കാണിച്ചിരിക്കുന്നു. നിങ്ങൾക്ക് ടോൾ പിരിക്കുന്ന തുക കുറച്ചുകൂടെ എന്ന ഒരു നിർദ്ദേശം, ആ നിർദ്ദേശം സംബന്ധിച്ച് ഒരു റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ഹൈക്കോടതി കഴിഞ്ഞ ദിവസം കോടതി പരിഗണിക്കുമ്പോൾ പറഞ്ഞിരുന്നു. ഈ നിർദ്ദേശം ആദ്യമായി മുന്നോട്ട് വെച്ച റിപ്പോർട്ടർ TV ആണ്. കഴിഞ്ഞ ഏതാനും ആഴ്ചകൾക്ക് മുമ്പ് നാം ഇതുപോലൊരു ലൈവിൽ തുടർച്ചയായി പറഞ്ഞുകൊണ്ടിരുന്നതാണ്. ഈ പണി പൂർത്തിയാകുന്നത് വരെയെങ്കിലും ടോൾ പിരിവ് പകുതിയെങ്കിലും ആക്കണമെന്ന ഒരു നിർദ്ദേശം മുന്നോട്ട് വെച്ചു. ആ നിർദ്ദേശമാണിപ്പോൾ ഒരു പൊതുവായ വിഷയമായി ഹൈക്കോടതിയുടെ മുന്നിലേക്ക് എത്തി. ഹൈക്കോടതിയെ സംബന്ധിച്ച കേന്ദ്ര സർക്കാരിനോട് ദേശീയപാത അതോറിറ്റിയോടും ഇത് സംബന്ധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. ആ റിപ്പോർട്ടിൽ ഇന്ന് കേന്ദ്ര സർക്കാരും ദേശീയപാത അതോറിറ്റിയും എന്ത് പറയുന്നു എന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയാണെങ്കിൽ ടോൾ നിരക്കിൽ എത്ര ശതമാനം കുറയ്ക്കാനാകുമെന്ന് ഇന്ന് ദേശീയപാത അതോറിറ്റി ഹൈക്കോടതിക്ക് മുന്നാകെ പറയും. ഇല്ലെങ്കിൽ പിന്നെ പൂർണ്ണമായും അത് നടക്കില്ല എന്ന് പറഞ്ഞാൽ കോടതി ശക്തമായ നടപടിയിലേക്ക് പോകും. കാരണം പൂർണ്ണമായ ഒരു സർവീസ് റോഡിലെ പണി പൂർത്തിയായാൽ പോലും പ്രധാനമായും അടിപ്പാത നിർമ്മാണം ഇപ്പോഴും ഇഴഞ്ഞു നീങ്ങുകയാണ്. കാണുമെന്നുള്ളതാണ്. അടിപ്പാത നിർമ്മാണം ആദ്യം പൂർത്തിയാകട്ടെ എന്നൊരു തീരുമാനത്തിലേക്ക് കോടതി പോകുമെന്നറിയണം. നമുക്ക് രാവിലെ തന്നെയുള്ള മുരിങ്ങൂരിലെ ദൃശ്യം കാണുമ്പോൾ അവിടെ ഇപ്പോഴും ഗതാഗത കുരുക്കുണ്ട്. ആ കാഴ്ചയാണ് ഇപ്പോൾ ജേസൺ ചാമളപ്പിൽ മുരിങ്ങൂരിൽ നിന്ന് നൽകിയത്.